ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ കൃഷിയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് നടന്നപ്പോഴേ എനിക്ക് ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരെണ്ണം, 2 പയർ, വള്ളിപ്പയർ 2 കുറച്ച് തക്കാളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും 1-2 ഇത് എന്തോ കൃഷി ചെയ്യേണ്ട ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കിട്ടിയ കോവയ്ക്ക കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെരട്ട് ഞാനിന്ന് തയ്യാറാക്കി എടുക്കുക. നല്ലപോലെ അത് പെരട്ടെന്നോ മെഴുക്കോട്ടെന്നോ എന്ത് വേണേലും, അത് നിങ്ങളുടെ പേരൊന്നും ഞാനിതിന് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അത് പറഞ്ഞ് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം കോവയ്ക്ക നല്ലപോലെ, അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോൾ ഇതിനൊരു കറയുണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കഴുകും തോറില്ല സോപ്പ് അതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ നൈസായിട്ട് വട്ടത്തിലാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം, കാരണം ഇത് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം അരിഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. പിന്നെ എന്താ പറയാനാ, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഇച്ചിരി ഏറെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ചട്ടി ചൂടായതിനു ശേഷമല്ലേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി അതിനകത്തോട്ട് നേരിട്ട് നമുക്ക് ഈ കോവയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുവിധം നിറം അടിച്ചതെല്ലാം അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, കളഞ്ഞിട്ടില്ല ഒന്നും. അപ്പോൾ ഇതുപോലെ ഒത്തിരി പഴുത്താണെങ്കിൽ കൊള്ളത്തില്ല, ചെറുതായിട്ടൊന്ന് നിറം അടിച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പറിക്കേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ട് പറ്റിയതാണ്. ചില ദിവസം തിരക്കിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കത്തുമില്ല. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടികളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് വീണ്ടും ഇച്ചിരി കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കുറച്ച് പൊതിച്ചോറിൻ്റെ ചെറിയൊരിതുണ്ട്. അപ്പോൾ എങ്ങനെയും 10, 12, 13 പേർക്കൊക്കെ, ചിലപ്പോൾ 15 പേർക്കൊക്കെ കണക്കാക്കിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഞാൻ എടുക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ സെപ്പറേറ്റായിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ അങ്ങ് എടുക്കാൻ നോക്കും. അപ്പോൾ ഇപ്പോൾ കുറേ ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-25 എണ്ണത്തിന് അടുപ്പിച്ചുകൊണ്ട് ഒരു 4-5 വെളുത്തുള്ളി വലിയ അല്ലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരല്പം പുളി ഒത്തിരി എടുക്കരുത്, ഒരു ഇച്ചിരിയേ എടുക്കാവൂ. എന്നിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞ് പേസ്റ്റായി പോകരുത്. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചു. അപ്പോൾ നല്ലപോലെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി എണ്ണ ഇതിന് വേണം കേട്ടോ. അപ്പോൾ ഇതാ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഞാൻ ഇവിടെ ഒത്തിരി കടുക് ഇങ്ങനെ കിടന്ന് പെറുക്കി മാറ്റി വെച്ചുകൊണ്ടിരിക്കും മക്കൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ഇച്ചിരി കടുകൊക്കെ കുറച്ച് എടുത്തുള്ളൂ. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചട്ടി നല്ല ചൂടായി, ചട്ടി നല്ല കട്ടിയാണ്. അതുകൊണ്ട് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് പാചകം ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. മറ്റു പല ഇതിലോട്ടുമൊക്കെ ശ്രദ്ധ പോയാൽ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ
ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പിന് നമ്മൾ നേരത്തെ കോവയ്ക്കയിൽ ഉപ്പൊക്കെ ചേർത്താൽ വേവിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കോവയ്ക്ക വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് കുറുകി വരണം. ഇതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല അതിൻ്റെ ആ മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഗരം മസാലയുടെയും വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വരട്ടിയെടുക്കണം. അപ്പോൾ ഈ എരിയെല്ലാം ഈ കോവയ്ക്കയിലൊക്കെ പിടിച്ച് എരിയും ചെറിയൊരു പുളിയും, നല്ല എരി കാണും കേട്ടോ അതിന്. അതുപോലെ തന്നെ ചെറിയൊരു പുളിയും നല്ല സൂപ്പർ ടേസ്റ്റ്. ആ ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെ മണം, നമ്മൾ ചേർത്തിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ മണം, ഗരം മസാലയുടെ മണം ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് ഒത്തിരി നേരം നമ്മളൊന്ന് ഇങ്ങനെ ചിക്കി എടുത്തിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം ഒന്ന് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്ക് 2 പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. സൂപ്പർ ടേസ്റ്റിലുള്ള കോവയ്ക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.